അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ അഖ്തലു യഹ്കുമു ബി അന്നൽ ഫറസ്ദഖ അഫ്ളലു മിൻ ജരീരിൻ. അഖ്തൽ എന്ന് പറയുന്ന കവി, അഖ്തലിന്റെ ഫുൾ പേര് എന്താണെന്നറിയോ? അഖ്തലിന്റെ ഫുൾ പേര് അറിയോ? ഖിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഖിയാസുബ്നു ഗൗസുബ്നു സ്വൽത്തുബ്നു ത്വാരിഖത്തുബ്നു അംർ. ഖിയാസുബ്നു ഗൗസുബ്നു സ്വൽത്തുബ്നു ത്വാരിഖത്തുബ്നു അംർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഫറസ്ദഖാണ് ജരീറിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വം എന്നാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അജരീറോ ഇന്നക വല്ലദീ തസ്മൂ ബിലഹു കാസിഫത്തിൻ ഫഖറത് ബിഹിദ്ജിഹിസാനി അമിലത് ലിറബ്ബതിഹാ ഫലമ്മാ ഉലിയത് നസലത് തുആരിളുഹാ മഅർ റുക്ബാനി أتعد مثرة لغيرك فخرها وثناؤها في سالف الأزمان تاج الملوك وفخرهم في دارهم أيام يربو من الريان فاخس إليك كليب أن مجاشيا وأبى الفوارس نشل النخواني سبقوا أباك بكل عيلات التي في المجد عندما وقف الركبان قوم إذا خطرت عليك قرومهم ألقتك بين كلاكيل وجيران وإذا وضعت أباك في ميزانهم رجه وشال أبوك في الميزان. അപ്പൊ ഇതിൽ പറയുന്നത് അജരീറോ ജരീറെ ഇന്നക നിശ്ചയം നീയും വല്ലദീ തസ്മൂ ലഹു എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യവും നിങ്ങളും നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഉയർന്നു പ്രവർത്തിക്കുന്നത് അതും കാസീഫത്തിന് ഒരു അടിമപ്പെണ്ണിനെ പോലെയാണ്. എങ്ങനത്തെ അടിമപ്പെണ്ണാണ്? ഫഖറത്ത്, ആ പെണ്ണ് ഫഖർ നടിച്ചിട്ടുണ്ട്. ബിഹിദിജിൻ, വാഹനം കൊണ്ട്. അതുതന്നെ ഹസാനിൻ, ചാരിത്രശുദ്ധിയുള്ള പവിത്രമായ സ്ത്രീയാണ്. അപ്പോൾ നല്ല സ്വഭാവം ഒക്കെ ഉള്ള ഒരു അടിമപ്പെണ്ണ്. ആ അടിമപ്പെണ്ണ് ഫഖർ നടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾക്കുള്ള ഒരു മർക്കബ് കൊണ്ടാണ്, വാഹനം കൊണ്ടാണ്. അടിമപ്പെണ്ണാണ് ഈ വാദിക്കണം കേട്ടോ. അപ്പൊ എന്നതുപോലെയാണ് നീ ഫഖർ നടിക്കുന്നത് ജരീറെ. അമിലത്തുൽ റബ്ബതിഹാ ഫലമ്മാ ഉലിയത് നസലത്തു ആരിളുഹാ മഅർ റുക്ബാനി. അമിലത്ത്, അവൾ ജോലി ചെയ്തിട്ടുണ്ട്. ലി റബ്ബതിയ, തൻ്റെ ഉടമക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. ഫലമ്മാ ഓലിയത്ത്, അങ്ങനെ വാഹനം കയറിപ്പോയപ്പോൾ നസലത്ത്, അവൾ ഉള്ളരി, സ്പീഡ് വാഹനത്തിൽ പോയി. ത്വാരിളുഹ, ആ വാഹനത്തിനോട് കൂടെ മുആറളത്ത് നടത്തിക്കൊണ്ട്, അവരോടിങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട്, മഅർ റുക്ബാനി, യാത്രക്കാരോടുകൂടെ. അപ്പൊ യാത്രക്കാരോടുകൂടെ ഈ ഉടമയോടുകൂടെ യാത്ര ചെയ്യാണ് ഈ പെണ്ണ്. മനസ്സിലായോ? അപ്പൊ അതഉദ്ദു മഗ്സറത്തൻ ലിഗൈരിക ഫഖറുഹാ വസനാഉഹാ ഫീ സാലിഫിൽ അസ്മാനി. അപ്പൊ അതഉദ്ദു മഗ്സറ, ഒരു ഗുണമായിട്ട് നീ എണ്ണുകയാണോ? ലിഗൈരിക ഫഖറുഹാ, അതിനുള്ള ഫഖർ നിനക്കല്ല ഉള്ളത്, ഫഖർ ബാക്കിയുള്ളവർക്കാണ്. അപ്പൊ ബാക്കിയുള്ള ഫഖർ അന്റെ ഫഖർ ആക്കിയിട്ട് ഇങ്ങനെ എണ്ണാണ് ചെയ്യുന്നത്. വസനാവുക, അതിനുള്ള സനാവ ഫി സാലിഫിൽ അസ്മാനി, മുൻകാലം ജീവിച്ച് കഴിഞ്ഞു പോയ ആളുകൾക്കാണ് അതിനുള്ള ക്രെഡിറ്റ് ഒക്കെ പോകുന്നത്. ആ ക്രെഡിറ്റ് എന്നിട്ട് നീയാണോ അവകാശപ്പെടുന്നത്? വസനാഉഹാ ഫി സാലിഫിൽ അസ്മാനി. മനസ്സിലായില്ലേ? താജുൽ മുലൂകി വഫഖറുഹും ഫീ ദാരിമിൻ അയ്യാമ യർബു മിനർ റുയാനി. താജുൽ മുലൂക്കി, രാജാക്കന്മാർക്കുള്ള താജ്, വഫഖറുഹും, അവർക്കുള്ള ഫഖറൊക്കെ എവിടെയുള്ളത്? ഫീ ദാരിമിൻ, ഫറസ്ദഖിന്റെ ഗോത്രമായ ദാരിം എന്ന് പറയുന്ന ഗോത്രത്തിലാണ് ഫഖറൊക്കെ കിടക്കുന്നത്. അയ്യാമ യർബു മിനർ റുയാനി, ആട്ടിടയന്മാരൊക്കെ ഉള്ള ജരീറിന്റെ യർബു
എർബ് പറഞ്ഞാൽ ഗോത്രാട്ടോ, ജരീറുമായി ബന്ധപ്പെട്ടൊരു ഗോത്രാണ് എർബോ. അപ്പൊ പെരിച്ചായി ഗോത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും അതിന്റെ എർബ് പറഞ്ഞ പെരിച്ചായി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അയാൾ കളിയാക്കി പറയാണ്. അപ്പൊ ആട്ടിടയന്മാരൊക്കെ ഉള്ള അങ്ങനത്തെ കുറെ ഐറ്റംസ്, അത്ര ഫഹറിനൊന്നും ഒരു വകയില്ലാത്ത അങ്ങനത്തെ ടീമൊക്കെ ഉണ്ടാകുന്ന സമയത്തും താജുൽ മുലൂക്കും അവരുടെ ഫഹറൊക്കെ ആർക്ക് തന്നെയാണ്? ഫറസ്ദക്കിന്റെ ഗോത്രമായ ദാർമിനാണ് ഉള്ളത്. ഫക്സയിലേക്കാ നീ ഒന്ന് വിട്ടു നിൽക്കോ കുലൈബ് പറഞ്ഞാൽ ഇവരെ ജരീറിന്റെ ഒക്കെ ഗോത്രാണ്. ജരീറിന്റെ ഗോത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉപഗോത്രവും ശാഖകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ പറയും. അതാണ് ഇങ്ങനെ ഇടക്ക് പറയണത്, മനസ്സിലായോ? അതുകൊണ്ട് നീ ഒന്ന് വിട്ടു നിൽക്കുക. നീ ശരിക്കും ഹസ എന്ന് പറഞ്ഞാല് നിന്ദിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. അപ്പോൾ ഒന്ന് വിട്ടു നിൽക്കുക, നിന്നെ നിന്ദിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് വിദൂരത്താകോ കുലൈബേ. കാരണം ഈ മുജാഷും അബൽ ഫവാരിസും ഒക്കെ നഹ്ശലും ഓലൊക്കെ എന്താണ്? സഹോദരന്മാരാണ്. ഈ മുജാഷു അബൽ ഫവാരിസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓലൊക്കെ ഫറസ്ദക്കിന്റെ വല്യപ്പന്മാരാണ്. അപ്പോൾ ഓലൊക്കെ നല്ല ഉഷാറാണ് എന്ന് പറയാണ്. എൻ്റെ എൻ്റെ ഗോത്രമൊന്നും അത്ര പോരാ. മാത്രമല്ല സബക്കു അബാക്ക ബിക്കുല്ലി ആയില്ലാത്തല്ലത്തിൻ, എല്ലാ ഉയർന്ന കുന്നുകളുടെ മേലും നിന്റെ ഉപ്പയേക്കാളൊക്കെ അവര് മുൻകടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതിയിലെ ഫറസ്ദക്കിന്റെ വല്യപ്പന്മാരൊക്കെയാണ് ഉള്ളത്, ഉപ്പാപ്പന്മാരൊക്കെയാണ് ഉള്ളത്. അതാണ് സബക്കു, ഫറസ്ദക്കിന്റെ വാപ്പമാരെ വല്യപ്പന്മാരെ മുന്നിലെത്തിയിട്ടുണ്ട്. അബാക്ക നിന്റെ പിതാവിനേക്കാൾ ബിക്കുല്യാലത്തല്ലത്തിന് എല്ലാ കുന്നുകളിലും. ഫിൽ മജിദിന്റെ വിഷയത്തിൽ ഇന്ത മവാഖിഫിർ റുക്ബാനി, യാത്രക്കാരൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരെയാണ് കൂടുതൽ കാണുക. ഇവരാണ് ഏറ്റവും ഉന്നതിയിലൊക്കെ ഉള്ളത്. കൗമുൻ ഒരു സമുദായമാണ്. ഇതാ ഖതറത്ത് അലൈക ഖുറൂമുഹും, ആ ഫറസ്ദക്കിന്റെ സമുദായത്തിൽപ്പെട്ട ഉന്നതരായ ആളുകൾ അവരെങ്ങാനും നിന്റെ മേലിൽ അവരുടെ വാലുകൊണ്ടൊന്ന് അടിച്ചാൽ, കളിയാക്കി പറയട്ടോ, അവരിൽ ഉന്നതന്മാരായ ആളുകൾ അവരെന്താ വാലുകൊണ്ടൊക്കെ ഒന്ന് അടിച്ചാൽ, നിന്റെ മേലിൽ വാലുകൊണ്ടൊക്കെ ഒന്ന് അടിച്ചാൽ അൽക്കത്തുക്ക നിന്നെ വീഴ്ത്തിക്കളയും. ബൈന കലാക്കിലും വജിറാനീൻ, കഴുത്തിൻ്റെയും അതുപോലെ നെഞ്ചിൻ്റെയും ഇടയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ അടിപിടി കൂടാണെങ്കിൽ പോലും എന്താണ് ഫറസ്ദക്കിൻ്റെ ടീം ജയിക്കോളൂ, നിങ്ങൾ ജയിക്കൂല. അവരുടെ വാലിൻ്റെ സ്ഥാനം പോലും അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ജരീറിൻ്റെ ടീമിന് എന്നൊക്കെയാണ് പറയാണ്. മാത്രമല്ല വൈദ അവലാത്ത അബാക്കഫി മീസാനും, അവരുടെ മീസാനിൽ നിന്റെ പിതാവിനെ വെക്കുകയാണെങ്കിൽ റജഹു അവരാണ് മികക്കുക. വശാല അബൂ കഫിൽ മീസാനി, തൂക്കുന്ന സമയത്ത് നിന്റെ പിതാവ് എന്ത് ചെയ്യും? പരാജയപ്പെടും. നിന്റെ പിതാവ് അത്ര പോരാ, അവരുടെ പിതാക്കന്മാരാണ് ഉഷാറ് എന്ന് പറഞ്ഞ് അഹ്തൽ സമർത്ഥിക്കുകയാണ് ഈ കവിതയിലൂടെ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ഇതിൻ്റെ ഷോർട്ട് ചെയ്ത് വരും കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.